നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? വിഷുക്കല്ലേ വരാൻ പോണേ. നമുക്കിന്ന് വിഷുക്കട്ട ഉണ്ടാക്കാം. ഞങ്ങൾ തൃശ്ശൂരുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള വിഷുക്കട്ട. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് ഉണ്ടാക്കാറ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഷുവിൻ്റെ അന്ന് മാത്രമേ ഇത് ഉണ്ടാക്കൂ, വേറൊരു ദിവസം ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. 2-3 ടിപ്സും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഉണക്കല്ലരിയാണ് എടുത്തിട്ടുള്ളത്. പായസം റൈസ് ഇല്ലേ, അതാണ് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഒരു നിവൃത്തിയില്ല, നമുക്കിത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പച്ചരിയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഈ അരി 1 കപ്പോളം എടുത്തിട്ടുണ്ട്. 250 ml മെഷർമെൻറ്റിലുള്ള 1 കപ്പ് അളവിലാണ് ഇത് എടുത്തിട്ടുള്ളത്. നമുക്ക് ഗ്ലാസ് കണക്കിനും എടുക്കാം. അപ്പോൾ ഇത് 20 മിനിറ്റ് നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നന്നായി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ അരി നമുക്കിവിടെ മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ട തേങ്ങാപ്പാലാണ്. ഇത് 1-ാം പാലാണ്. 2 മീഡിയം സൈസ് തേങ്ങയുടെ 1-ാം പാലാണിത്. നല്ല കട്ടിയിലെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു 4 കപ്പ് 2-ാം പാല്. 2-ാം പാല് 3-ാം പാല് മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1 കപ്പ് 1-ാം പാലും 4 കപ്പ് 2-ാം പാലും. ഇനി നമുക്കിത് വേവിക്കാൻ തുടങ്ങാം. ഇപ്പം നമ്മൾ അരി വെള്ളത്തിൽ കൂടുതൽ നേരം ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഇത്രയും പാല് വേണ്ട. ഇനി ഡയറക്റ്റ് ഈ വെള്ളത്തിലൊന്നും ഇടാതെ അപ്പം തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പാല് വേണ്ടി വരും. ഇത് വെന്ത് കിട്ടാനുള്ള പാല് ആവശ്യം വരും. നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ, പാലിലല്ലേ വേവിക്കുന്നത്. അപ്പോൾ ഇത്തിരിയും കൂടെ പാല് വേണ്ടി വരും. അപ്പോൾ അത് ഓരോരുത്തരും മാറ്റി വെള്ളത്തിലിടുന്നതിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് ഒരു ഉരുളിയിലാണ്. നല്ല പരന്ന പാത്രം എടുക്കുന്നത് നന്നായിരിക്കും. നമുക്ക് ലാസ്റ്റ് ഇത് ഇളക്കിയെടുക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് പരന്ന പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഞാനിതിലേക്ക് ഈ 2 പാലും ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ 2-ാം പാലും 3-ാം പാലും മിക്സ് ചെയ്തിട്ടുള്ള ഈ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പാലിങ്ങനെ നമുക്ക് പതുക്കെ ഇളക്കി കൊടുക്കാം. നമ്മുടെ പാല് പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. നമ്മുടെ പാലിങ്ങനെ ചൂടായി തിളച്ച് വരുമ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമുക്കിങ്ങനെ പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കാം. പിന്നെ പാല് ചൂടായി തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ. ഫ്ലെയിം അങ്ങനെ ഹൈ ആക്കേണ്ട ആവശ്യമില്ല. തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പാല് നന്നായി ചൂടായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിയെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഈ പാലിൽ കിടന്നിട്ട് നമ്മുടെ അരി ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഫ്ലെയിം കൂട്ടാനൊന്നും പാടില്ല. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് നോക്കണം. ഇനി ഇതിൽ കിടന്ന് വേവട്ടെ. ഉപ്പ് ആഡ് ചെയ്യണ്ട. ഉപ്പ് ആദ്യമേ ആഡ് ചെയ്താൽ നമ്മുടെ അരി വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അവസാനം ആഡ് ചെയ്യാം. നമ്മുടെ ഇപ്പോൾ അരി ഇവിടെ ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ കിടന്ന് വേവാണ്. ചെറുതായി തിളച്ചിങ്ങനെ കിടന്ന് വേവാണ്. അപ്പോൾ ഒരു വാഴയില ഞാനിങ്ങനെ മൂടി വയ്ക്കുകയാണ്. ആവി തട്ടിയിട്ട് വാഴയില വാടുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചെല്ലും. അപ്പോൾ നല്ല രുചിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിവിടെ ഇങ്ങനെ മൂടിയിടാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഇല വാടിയിട്ടുള്ള നല്ല മണം വരുന്നുണ്ട്. അപ്പം ഞാനിതൊന്ന് മാറ്റി നോക്കുകയാണ്. നമ്മൾ ചേർത്തിട്ടുള്ള പാല് ഇവിടെ വറ്റിയിട്ടുണ്ട്. നമുക്ക് ആ ഭാഗം വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ. നമ്മുടെ ഈ 1-ാം പാലിൽ കിടന്നിട്ട് ബാക്കി ഒന്നും കൂടെ ഒന്ന് വെന്ത് കിട്ടണം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെയൊന്ന് ഞെരടി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇടിക്കല്ലിലൊന്ന് ചതച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടാതെ നോക്കണം. ഞാൻ 1-ാം പാൽ ഒഴിച്ചതിൽ ഒരു തുള്ളി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അവസാനം ഒരു കാര്യത്തിനാണ്. ഇനി 1-ാം പാൽ ഒഴിച്ചു, നമ്മൾ ജീരകം ഇട്ടു, ഉപ്പിട്ടു. ഇനി നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മുടെ ബാക്കിയുള്ള വേവ് ഈ പാലിൽ കിടന്നിട്ടാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് വറ്റിച്ചെടുക്കണം. കുറച്ചും കൂടെ അത് ഡ്രൈ ആയി കിട്ടാനുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നമ്മളിതിങ്ങനെ അരി നമുക്ക് കടിക്കാൻ കിട്ടും വേണം. എന്നാൽ അത്യാവശ്യം വെന്തിട്ടുണ്ടായിരിക്കണം. നന്നായി വെന്തങ്ങനെ ചോറ് പോലെ ആവാനും പാടില്ല. അതാണ് ഇതിൻ്റെ പരുവം. നന്നായി വറ്റിയിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണ തെളിയാൻ തുടങ്ങും. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പാകം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം.
ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഇലയിലാണ് പരത്തുന്നത്. അപ്പോൾ ഇലയിൽ പരത്തുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതിനെ ഇനി ഇലയിലേക്ക് മാറ്റുകയാണ്. ഒരു വാഴയില എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ 1-ാം പാലിൽ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ വാഴയിലേക്ക് നമുക്കൊന്ന് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കാം. കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡാക്കിയിട്ടുണ്ട്. അരിനെ ഇപ്പം ഇനി നമുക്ക് വേവിച്ചെടുത്തിട്ടുള്ള അരി ഇതിലേക്ക് വെച്ചിട്ട് പരത്തിയെടുക്കാം. ഇനി ഒരേ തിക്നെസ്സിൽ ഈ ചട്ടകം കൊണ്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഈ വാഴയിലിൽ തന്നെ വെച്ച് പരത്തുമ്പോൾ ആ ഇല വാടുമ്പോഴുണ്ടല്ലോ മണമുണ്ടല്ലോ, അതൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ പ്ലേറ്റിലൊക്കെ ചെയ്യുന്നതിനേക്കാളും ഇല കയ്യിലുണ്ടെങ്കിൽ ഇലയിൽ തന്നെ ചെയ്യുക. ഒരു ഇല ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പ്ലേറ്റിലൊക്കെ ഇട്ട് ചെയ്താൽ മതി. ഒരേ ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഞാൻ ഈ ഇലയിൽ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഒരേ തിക്നെസ്സിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. നമുക്ക് ചൂടാറുമ്പോൾ ഇതിനൊന്ന് മുറിച്ചെടുക്കാം. ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള വിഷുക്കട്ട നന്നായി തണുത്തിട്ടുണ്ട്. നമുക്കിനി മുറിച്ചെടുക്കാം. നമുക്കിഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ മുറിക്കുകയാണ്. നന്നായി തണുത്തതിന് ശേഷം മാത്രം നമുക്ക് മുറിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പൊക്കെ പോകും. ഞാനിതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാണ്. ഇപ്പം ഞാനിവിടെ പ്ലേറ്റിൽ 3 എണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ, ഇഷ്ടമുള്ള ഷേപ്പിൽ, സൈസിലൊക്കെ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ വിഷുക്കട്ട തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞങ്ങളൊക്കെ സാധാരണ കറി കൂട്ടിയിട്ടാണ് കഴിക്കുക. നമ്മൾ അന്ന് ഒരുപാട് കറികൾ ഉണ്ടാക്കുമല്ലോ. അപ്പം അതിൽ മെയിനായിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാവും. അപ്പോൾ ഈ വിഷുക്കട്ടയുടെ കൂടെ മാമ്പഴ പുളിശ്ശേരി നല്ല കോമ്പിനേഷനാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ശർക്കരപ്പാനിയും കൂടെ ചേർത്തിട്ട് കഴിക്കാറുണ്ട്. അത് വളരെ സിമ്പിളാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ശർക്കരപ്പാനി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര ഉരുക്കുന്നതിലേക്ക് ഞാൻ 2 ഏലക്ക ഒന്ന് ചതച്ചെടുത്തത് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഒരു നുള്ളു ചുക്കുപൊടി ഇടുന്നുണ്ട്. ശർക്കരപ്പാനി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അരിച്ചെടുക്കാം. അപ്പം നമ്മളിവിടെ ശർക്കരപ്പാനിയും തയ്യാറാക്കിയിട്ടുണ്ട്, വിഷുക്കട്ടയും തയ്യാറായി. അപ്പോൾ ഈ വിഷുക്കട്ട എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. 2-3 കുഞ്ഞു സിമ്പിളായിട്ടുള്ള ടിപ്സുകളുണ്ട്. അതൊക്കെ കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഷുക്കട്ട നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല വിഷു ആശംസിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.